ചുരിദാർ ധരിച്ചെത്തിയ അധ്യാപികയെ തടഞ്ഞതിൽ സ്കൂൾ മാനേജറെ പ്രതി ചേർത്ത് പോലീസ്. സ്കൂൾ മാനേജർ മനോജിനെതിരെ പ്രേരണാകുറ്റമാണ് ചുമത്തിയത്. സംഭവത്തിൽ സ്കൂൾ മാനേജ്മെന്റിന് ഗുരുതര വീഴ്ച പറ്റിയെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ട്. റിപ്പോർട്ടർ ഇമ്പാക്ട്. അധ്യാപിക സിന്ധു എസ് നായർ റിപ്പോർട്ടറിലൂടെ പോലീസ് വീഴ്ച ചൂണ്ടിക്കാണിച്ചതിന് പിന്നാലെയാണ് കൊട്ടാരക്കര പോലീസ് സ്കൂൾ മാനേജർ മനോജ് കുമാറിനെ കേസിൽ പ്രതി ചേർത്തത്. പ്രധാന അധ്യാപികയായ സിന്ധുവിനെ ഗേറ്റിൽ തടയാൻ നിർദ്ദേശം നൽകിയത് മനോജ് ആണെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് പ്രേരണാകുറ്റം ചുമത്തിയത്. സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് മനോജിനെതിരെ ചുമത്തിയിരിക്കുന്നത്. സെക്യൂരിറ്റി ജീവനക്കാരൻ ശശാങ്കനെ പുറത്താക്കി പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. സ്കൂളിൽ ജോലി ചെയ്യാൻ ഭയമെന്നും അധ്യാപിക സിന്ധു എസ് നായർ റിപ്പോർട്ടറിനോട്. ശശാങ്കന് ഇവിടെ മാനേജർ നിയമിച്ചേക്കുന്ന ഒരാളാണ്, ഞങ്ങളുടെ പെർമനന്റ് സ്റ്റാഫ് അല്ല. ഇങ്ങനൊരു അറസ്റ്റ് നടത്തിയത് കൊണ്ട് അതൊരു പുകമറ സൃഷ്ടിക്കുക മാത്രമാണ് ചെയ്തത്. മനോജിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്നും സിന്ധു എസ് നായർ പറയുന്നു. സ്കൂൾ മാനേജർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചു എന്നാണ് ഡിഇഒയുടെ കണ്ടെത്തൽ. KR ചട്ടങ്ങളുടെ ലംഘനമുണ്ടായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. റിപ്പോർട്ടർ, കൊല്ലം.